ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കളിക്കാൻ പോകുന്നത് ബേബി യെല്ലോ പറഞ്ഞിട്ടൊരു ഗെയിമാണ്. അപ്പോൾ ഗെയിം ഞാൻ മുമ്പ് കളിച്ചിട്ടുണ്ട്, ക്രിസ്മസിന് മുമ്പൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് പുതിയ കുറേ അപ്ഡേഷൻസ് വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമ്മൾ ഈ ഗെയിം ഇപ്പോൾ ആദ്യം തൊട്ടാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഞാനിത് സെക്കൻഡ് പാർട്ട് മീൻസ് സെക്കൻഡ് അപ്ഡേറ്റിന് ശേഷമുള്ള ഗെയിം ഞാൻ കളിച്ചതാണ്. ഐ മീൻ ഏകദേശം കുറച്ച് ഒരു വർഷം ഓളം ആയിട്ടുണ്ട് ഇതിൽ അപ്ഡേഷൻ വന്നിട്ട്. സോ നമുക്ക് ഈ ഗെയിമിൻ്റെ ചാപ്റ്റർ 1 തൊട്ട് കളിക്കാം. ഞാൻ ഓൾറെഡി ഈ റെവലേഷനൊക്കെ കളിച്ചതാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1 തൊട്ടാണ്, അപ്പോൾ ആദ്യം തൊട്ടാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നൈറ്റ് 1, അപ്പോൾ അവിടെ തൊട്ട് നമുക്ക് കളിക്കാം. നൈറ്റ് 1-ൽ ഒരു ബേബീനെ നമ്മൾ ബേബി സിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് ഈ ഇതിലുള്ള മെയിൻ കണ്ടൻറ്റ്. നമ്മളൊരു ബേബി സിറ്ററാണ്, നമ്മളൊരു കൊച്ചിനെ നോക്കാൻ വേണ്ടി പോവുകയാണ്. കൊച്ചിനെ രാത്രിയും പകലും നമ്മൾ നോക്കണം, അത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു ഇത്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഒരു വട്ടം കളിച്ചാണ്, ഞാനും അനിയത്തിമാരും കൂടി ഇരുന്ന് കളിച്ചത്. പക്ഷെ അന്ന് എനിക്കത് അത്ര വലിയ പേടി തോന്നില്ല, കാരണം ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. ഇതിപ്പോൾ ഞാനിന്നിപ്പോൾ ഈ ഗെയിം കളിക്കാൻ വേണ്ടി ഒറ്റയ്ക്കാണ് ഇരുന്ന് ഞാൻ കളിക്കുന്നത്. സോ ആഫ്റ്റർ ഓൾ എനിക്ക് എന്തൊരു പേടി ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളൊരു പ്രിൻസിനെ നോക്കാൻ വേണ്ടിയാണ്, ഒരു ലിറ്റിൽ പ്രിൻസിനെ നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഫ്രിഡ്ജിൽ പാലിരിക്കുന്നത് അതൊക്കെ കൊടുക്കുക. പിന്നെ അപ്പാർട്ട്മെന്റിന്റെ നമ്പറൊക്കെ പറയുന്നുണ്ട്. ഇത് കേസ് അണ്ടർ ദ പ്ലാൻ പോർട്ടാണ്. പിന്നെ മൂന്ന് രാത്രി നോക്കിയാൽ മതി. അപ്പം നമുക്ക് കൊച്ചിന് നോക്കാം. പണ്ട് ഞാൻ നേരത്തെ കളിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കീ എടുത്തു അൺലോക്ക് ചെയ്തു ഡോറ്. ഇതാണ് കുട്ടി, ഇതാണ് അപ്പൊക്ക് ടൈറ്റിൽ എഴുതി കാണിച്ചു. അപ്പോൾ നൈറ്റ് 1 ഫസ്റ്റ് ഡേ നൈറ്റിലാണ് ഇപ്പം നമുക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. കൊച്ചിനെ നോക്കുക എന്നതാണ് ഫസ്റ്റ് ഡേ നൈറ്റിൻ്റെ മെയിൻ ഉദ്ദേശം. സോ നമുക്ക് ഗെയിമിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഫസ്റ്റ് നൈറ്റ് ഇതാണ്. അപ്പോൾ നൈറ്റ് 1 നമുക്ക് കളി തുടങ്ങും. നമുക്ക് ആദ്യം ഈ കൊച്ചിന് പാല് കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് കൊച്ചി. കൊച്ചിന് കാണാൻ, ഈ കൊച്ചിന് ഉണ്ടക്കണ്ണ് കാണുമ്പോൾ എനിക്ക് കണ്ണ് കുത്തിപ്പൊട്ടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലെടുത്തു കൊച്ചിന് കൊണ്ടുപോയി കൊടുക്കാം. ഈ കൊച്ചിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കുടിച്ചാൽ അപ്പം ഇത് അപ്പിടണം. കണ്ടാ അപ്പിട്ട് നമ്മളിത് ചേഞ്ചിങ് ടേബിളിൽ കൊണ്ടുപോയിട്ട് ഇത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഞാൻ ഓൾറെഡി കളിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്കിവിടെ അത്യാവശ്യം ഇതിലെ ഇതൊക്കെ നമുക്ക് അറിയാം. കൊച്ചാദ്യം പോയി നോക്കാം. കണ്ട നമ്മൾ ആ നാപ്പി എപ്പോൾ എടുക്കുന്നോ അപ്പം ആ കൊച്ച് പോകും. നമുക്ക് മടിയാണെങ്കിൽ ആ ടേബിൾ വരെ ഇനി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കാരണം ഒരു വട്ടം പോയിട്ട് ഇനി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് കിടത്തുക. ഈ കൊച്ചിനെ ബെഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. അതാണ് അടുത്ത ലക്ഷ്യം. ഇപ്പം ഏറ്റവും മേലത്തെ റൂമിലെ അറ്റത്തെ റൂമാണ് ഈ കൊച്ചിൻ്റെ ബെഡ്റൂം. നമ്മളത് തുറക്കും. അതിൻ്റെ ഉള്ളിൽ കയറ്റി അവിടെ ഇടുന്നു. പുസ്തകം എടുക്കുന്നു, ഇരിക്കുന്നു, വായിക്കുന്നു. Across the shore, in distant lands, they walked through the golden garden gate. But the prince didn't like the garden and started അപ്പോൾ ഗൈസ് നമ്മൾ ബുക്ക് വായനയൊക്കെ കഴിഞ്ഞു. കൊച്ചു നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കൊച്ചിനെ നമ്മൾ ഉണർത്താണ്ട് പതുക്കെ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഡോറടയ്ക്കുക. എന്നിട്ട് വേഗം പോയിട്ട് ആ പാരൻസിനെ വെയിറ്റ് ചെയ്ത് ആ ടി വി ഹാളിൽ പോയി ഇരിക്കുക. ടി വി കേട്ടോ, നമ്മളിവിടെ ഇരിക്കുന്നു ടി വി കാണുന്നു. അങ്ങനെ നമ്മുടെ അടുത്തത് നമുക്ക് ഉറക്കം വന്നിങ്ങനെ ഉറങ്ങിപ്പോകുന്നു. പിന്നെ കണ്ണടയുമ്പോഴേക്കും അപ്പോഴേക്കും ആ കൊച്ച് എണീക്കും. നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല ഈ കൊച്ച്. നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ഓടും മേലോട്ട്. അയ്യോ പാവം കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓടും. നമ്മൾ ആ കൊച്ചിനെ പോയിട്ട് സെറ്റിൽ ചെയ്യണം. അപ്പം ആദ്യം തന്നെ മേലെ അയ്യോ മേലോട്ട് പോലെ വഴി മറിക്കും. അപ്പോൾ വേഗം മേലോട്ട് മേലെ ചെന്നിട്ട് ഇവിടെ ആ കൊച്ചിനെ കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കൊച്ചിനെ തപ്പി താഴോട്ട് പോകണം. താഴെ പോകുമ്പോൾ ആ കൊച്ചു സ്റ്റെപ്പിട്ട് പഠിക്കുക തന്നെ ഇരിക്കും. കണ്ട എന്തിനാ കിടന്ന് ഈ തൊള്ള തുറക്കുന്നേ? കാണുമ്പോണ്ടല്ലോ ഒരു ഏറെടുത്ത് വെച്ച് എറിയാൻ തോന്നും.
ഒരുമാതിരി വൃത്തിയായിട്ട് സ്വഭാവം. ഗൈസ്, അപ്പോൾ നമുക്ക് കൊച്ചിനെ അവിടെ ഇരുത്താം. വീണ്ടും കാണിച്ചു തുടങ്ങി. നമ്മളപ്പോൾ എന്തെങ്കിലും ടോയ്സ് എടുത്ത് കൊടുക്കണം കയ്യിലോട്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഡോർ അടച്ചിട്ട് പോകാം. ഇനി പോയിട്ട് നമുക്ക് ടി വി കാണാൻ സമാധാനത്തോടെ ഇരുന്നിട്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്, ആദ്യത്തെ നൈറ്റ് നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സെക്കൻഡ് നൈറ്റിലോട്ടുള്ള ഇതിൽ പോവാം. നമുക്ക് സെക്കൻഡ് നൈറ്റിലോട്ട് കയറാം. ഇതാണ് സെക്കൻഡ് നൈറ്റ്. സെക്കൻഡ് നൈറ്റിൽ കൊച്ചിന് ആദ്യം തന്നെ നമുക്ക് സോഫയിൽ നിന്നായിരിക്കും കിട്ടുക. കൊച്ചിന് ആദ്യം നമ്മൾ പാല് കൊടുക്കണം. പാല് കൊടുക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഫ്രിഡ്ജിൽ പോകണം, പാലെടുക്കണം. പാലും ബോട്ടിൽ. ഇനി ഈ റൂം മൊത്തം തപ്പണം പാലും ബോട്ടിൽ എവിടെയാണെന്നുള്ളത്. ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇത് പ്രേത വീടാണ്. അപ്പോൾ ഇവിടുത്തെ പാലും പാത്രവും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കിടക്കും. സോ ഇവിടെ ഇത് കുട്ടി കുട്ടിയായിട്ട് ചെയ്യുന്നു. സോറി, തെറ്റിദ്ധരിച്ചു. കൊണ്ടുപോവാ. കൊച്ചിനെ കൊണ്ടുപോയിട്ട് ആദ്യം ചേഞ്ച് ടേബിളിൽ കൊണ്ടുപോയി കിടത്തണം. എന്നാലും നാപ്പി എടുക്കാൻ പറ്റുള്ളൂ. നാപ്പി എടുക്കുമ്പോൾ കൊച്ചിനെ അവിടെ കിടത്തണം എന്നാണ് നമ്മുടെ പറയാം. നാപ്പിക്ക് കണ്ട കണ്ണൊക്കെ മുളച്ചത്. അപ്പോൾ നമുക്ക് നാപ്പീനെ പിടിക്കാൻ വേണ്ടി ഓടാം. നമ്മൾ നാപ്പീനെ അടുത്തോട്ട് ഓടുമ്പോൾ തന്നെ നാപ്പി ജീവിതം പോകും. എവിടെ നാപ്പി? ഗൈസ്, സ്റ്റെപ്പിന്റെ മട്ടയിൽ കൂടെ കയറിപ്പോയി ഓടുന്നു. കൊച്ചിന്റെ റൂമിലൊക്കെ പോകുന്നത് എന്ത് ചിരിയല്ലേ ഗൈസ്. ഇപ്പൊ നമ്മുടെ നാപ്പി ഇവിടെ ഇടിച്ചു വീഴുന്നു. നാപ്പിക്ക് ബോധം വരുന്നതിന് മുമ്പ് നമുക്ക് നാപ്പിനെ എടുത്ത് കൊച്ചിന്റെ അടുത്തോട്ട് കൊണ്ടുപോകണം. ഓട് ഗൈസ്, ഓട്. എവിടെയാണ്? അയ്യോ, ഇവിടെയല്ല, വഴി മാറി. കൊച്ചോടല്ലേ. അപ്പൊ ഇനി നമുക്ക് കൊച്ചിനെ കൊണ്ടുപോയിട്ട് ബെഡിൽ കൊണ്ടുപോയിടുക. കൊച്ചൊരു പ്രേതമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് കൊച്ചിനെ കൊണ്ടുപോയി ബെഡിൽ ഇടാം. പുസ്തകം എടുത്ത് വായിക്കാം. When the rabbit came to visit, എന്താ കൊച്ചേ? അപ്പൊ ഇനി നമുക്ക് കൊച്ചിന് വല്ല കളിപ്പാട്ടം, ഈ കൊച്ചു എപ്പോൾ കരഞ്ഞാലും നമുക്ക് കളിപ്പാട്ടം എടുത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം പൂച്ചനെ കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് റാബിറ്റിനും. ഇനി നമുക്ക് ആ പുസ്തകം വായിക്കാതിരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ അതൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങുക, ഡോർ അടയ്ക്കുക, നമ്മൾ പോവുക, ടി വി കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ടി വി. ഇരിക്കുന്നതിന് മുമ്പ് ആരോ ഡോറിൽ വന്ന് നോക്കി. അപ്പം നമ്മൾ ഡോറ് പോയി തുറക്കണം. നമുക്ക് എന്തോ ഒരു പാക്കേജ് വന്നേക്കുന്നതാണ്. സോ